കാറ്റത്തെ കിളിക്കുടിലെ റക്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീതു ഹരീഷിനെ കെട്ടിപ്പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇത് നീതുവിൻ്റെ ചേട്ടൻ കാണുന്നുണ്ട്. അവൻ പെട്ടെന്ന് ദേഷ്യത്തോടെ നീതുവിൻ്റെ അടുത്തെത്തി നീതുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് നീ എന്താടി ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വീട്ടിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ അമ്മേ ഇവളെ ഇനി പുറത്തിറക്കില്ലെന്ന് പറഞ്ഞത്, എന്നിട്ട് ഞാൻ ഇവളെ റോട്ടിൽ നിന്നാണല്ലോ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അത് മോനെ അവളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അവളെ കാണാനായിട്ട് അവളിപ്പോഴങ്ങ് പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. ഇത് കേട്ട് അവൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഇവളെ പിടിച്ചോണ്ട് വരുന്നത് ആ റോട്ടിൽ നിന്നും അവൻ്റെ അടുത്ത് നിന്നാണ്. ആ ഹരീഷിനെയും കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുമായിരുന്നു അവിടെ. ഇത് കേട്ട് അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ എന്നെ പറ്റിക്കാനായി അല്ലേടി, ഞങ്ങളെ നാണം കെടുത്തിയേ നീ അടങ്ങൂ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ അവളെ തല്ലുവാണ്. ഇത് അച്ഛൻ തടയുന്നുണ്ട്. നീ എന്താണ് ഈ കാണിക്കുന്നത്? മതി, നിർത്ത്, ഇനി അവളെ അടിക്കണ്ട. നീതുവിനാണെങ്കിൽ വേദന സഹിക്കാൻ കഴിയുന്നില്ല. അച്ഛൻ നീതുവിനോട് പറയുന്നുണ്ട്, നീതു അവനെ അങ്ങ് മറന്നേക്ക്, ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോളണം, എങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി, അല്ലെങ്കിൽ ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊള്ളണം. ഇത് കേട്ട് പെട്ടെന്നങ്ങ് എഴുന്നേൽക്കുകയാണ് നീതു. എനിക്കവനെ മറക്കാൻ കഴിയില്ല, ഞാൻ അവൻ്റെ കൂടെ ജീവിക്കത്തുള്ളൂ. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം ഞാനിവിടെ നിൽക്കും, അല്ലെങ്കിൽ ഈ നിമിഷം തന്നെ ഞാനിവിടെ നിന്നും ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ നീതുവിൻ്റെ ചേട്ടൻ ദേഷ്യം വരുവാണ്. അവൻ പറയുന്നുണ്ട്, എടി എൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിലെല്ലാം ഞാൻ നാണം കെടുവാണ്, അവരെല്ലാം എന്തൊക്കെയാണ് പറയുന്നതെന്ന് അറിയാമോ? ഒരു നല്ല കുടുംബത്തിലെ പയ്യനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇത് ആ നാണം കെട്ട കുടുംബത്തിൽ നിന്ന് തന്നെ നിനക്ക് ചെറുക്കനെ വേണമെന്ന് പറയുമ്പോൾ അവരെല്ലാവരും എന്നെ കളിയാക്കുന്നു. ഇനി നീ എന്നെ കാണരുത്, എത്ര പറഞ്ഞാലും നിനക്കെന്താടി മനസ്സിലാവാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ചേട്ടൻ നീതുവിനെ അടിക്കുകയാണ്. എന്നാൽ നീതുവിനത് സഹിക്കാൻ കഴിയുന്നില്ല. നീതു തിരിച്ചും അടിക്കുന്നുണ്ട്. ദേഷ്യപ്പെടുന്നുണ്ട്. എടി നിന്റെ വയസ്സിന് മൂത്തതല്ലേ, നീ എന്തിനാടി അവനെ അടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നീതുവിനെ വീണ്ടും അടിക്കുകയാണ്. എന്നാൽ നീതു തടയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ദേ എന്നെ ഇനി അടിക്കരുത്, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇനിയും ഹരീഷിനെ കാണാനായിട്ട് പോവും, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടി എനിക്ക് കൊള്ളാനും സാധിക്കത്തില്ല. എത്ര നാളായി ഇതും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ അടിക്കുന്നു? ഞാൻ ഹരീഷിൻ്റെ പെണ്ണ എന്നും പറഞ്ഞുകൊണ്ട് നീതു റൂമിലേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്യാണ്. പെട്ടെന്ന് നീതുവിൻ്റെ അമ്മയ്ക്ക് ടെൻഷനായി. അമ്മ അച്ഛനോട് പറയുന്നുണ്ട്, ദേ അവൾ വാതിൽ ലോക്ക് ചെയ്തു, ഇനി എന്താ ചെയ്യുക, അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കോ എന്ന് പറയുമ്പോൾ, എടി അവളെ ഇങ്ങോട്ടേക്ക് വിളിക്ക്, വാതിൽ തുറക്കാൻ പറ എന്ന് അച്ഛൻ പറയുകയാണ്. പെട്ടെന്ന് അമ്മ ചെന്ന് ഡോറിൽ തട്ടുന്നുണ്ട്. നീതു നീ എന്താ അവിടെ കാണിക്കുന്നത്, വാതിൽ തുറക്കെന്ന് പറയുമ്പോൾ നീതു ഒന്നും മിണ്ടുന്നില്ല. നീതു അകത്ത് കയറി ഒരു ബാഗ് എടുത്ത് തൻ്റെ ഡ്രസ്സുകളെല്ലാം ആ ബാഗിലേക്ക് പാക്ക് ചെയ്യുമായിരുന്നു. അത്യാവശ്യം ഡ്രസ്സുകളെല്ലാം എടുത്ത് ബാഗിൽ വെക്കുന്നുണ്ട്. പെട്ടെന്ന് ഡോറ് തുറക്കുകയാണ്. ബാഗുമായിട്ട് നിൽക്കുന്ന നീതുവിനെ കണ്ട് എല്ലാവരും ഞെട്ടുന്നുണ്ട്. നീ ഈ ബാഗുമായിട്ട് എങ്ങോട്ടേക്കാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നീതു പറയുന്നുണ്ട്, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാൻ, അതുകൊണ്ട് ഞാൻ പോവാൻ തീരുമാനിച്ചു. ഞാൻ എന്തായാലും ഹരീഷിൻ്റെ കൂടെ ജീവിക്കത്തുള്ളൂ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, അവനെ കാണാൻ പോകുന്നതും നിങ്ങൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പുറത്തെവിടെയെങ്കിലും താമസിച്ചോളാം, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നീതു ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ്. എന്നാൽ എല്ലാവരും തടയുന്നുണ്ട്. അച്ഛനും അമ്മയും, നീ പോവല്ലേ, എന്താടി നീ കാണിക്കുന്നത്, അച്ഛൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് നീ വീട് വിട്ട് ഇറങ്ങാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അതെ എനിക്ക് പോകണം, എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം, നിങ്ങളുടെ അടി കൊള്ളാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചേട്ടൻ തടയുന്നുണ്ട്. കൈ പിടിച്ച് വലിക്കുകയാണ്. ദേ നീതു അകത്തേക്ക് കയറി വാ എന്ന് പറയുമ്പോൾ നീതു കുതറി മാറുന്നുണ്ട്. ഇല്ല, എനിക്ക് പോകണം, ഞാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നീതു അവിടെ നിന്നും ഇറങ്ങി പോവാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, പോടി നീ പോ, ഒരു കാലത്ത് നീ തിരിച്ചു വരും, അമ്മ എന്നെ രക്ഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട്. ഇത് കേട്ട് നീതുവിൻ്റെ ചേട്ടൻ പറയുന്നുണ്ട്, എന്താ അമ്മ നിങ്ങളീ പറയുന്നത്, അവൾ പോവാണെന്ന് പറയുമ്പോൾ പൊക്കോ എന്നാണോ പറയേണ്ടത്, അവളെ പിടിച്ചു നിർത്താനല്ലേ നോക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. എന്നാൽ അമ്മയ്ക്ക് ദേഷ്യം വരുവാണ്. അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ട് കാര്യമല്ല, അവൾ തീരുമാനിച്ചതുപോലെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവരകത്തേക്ക് പോവുകയാണ്. നീതു ആണെങ്കിൽ ബാഗും എടുത്തുകൊണ്ട് അങ്ങനെ റോഡിലൂടെ നടന്നു പോകുന്നുണ്ട്. ഇതേ സമയം ഹരീഷും സുധീഷും തങ്ങൾ നീതുവിൻ്റെ വീട്ടിൽ പോയെന്നും അവളുടെ ചേട്ടനെ കണ്ടെന്നും ഉള്ള വിവരങ്ങളെല്ലാം നിധിയോട് പറയുന്നുണ്ട്.
നിധി അവരോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ അവളുടെ വീട്ടിൽ പോയത്? അങ്ങനെ പോവാൻ പാടില്ലായിരുന്നു. ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രശ്നമുള്ള കാര്യമായിരുന്നു. ആ നീതുവിനെ അവർ എന്തെല്ലാം ചെയ്തിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അത് ആലോചിച്ചിട്ട് തന്നെയാണ് എനിക്ക് ടെൻഷനും. അപ്പോഴാണ് നമ്മുടെ സുഭാഷ് ഏട്ടൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. എന്താ എല്ലാവരും കൂടി നിന്ന് സംസാരിക്കുന്നത്, എന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് നികേഷ് പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ വീണ്ടും പ്രശ്നമുണ്ടായി. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഡാ മിണ്ടാതി ഇരിയടാ. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എന്താ നികേഷ് കാര്യം, നീ പറ. അപ്പോൾ നികേഷ് പറയുകയാണ്, അത് സുഭാഷ് ഏട്ടാ, ഈ സുധീഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും കൂടെ ഞാൻ നീതുവിൻ്റെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കി. ഇത് കേട്ട് ടെൻഷനോട് കൂടി സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, എടാ വീണ്ടും പോയി പ്രശ്നം ഉണ്ടാക്കിയോ? എന്തിനാടാ നിങ്ങൾ അവിടെ പോയത്? നിധി പറയുന്നുണ്ട്, ചേട്ടാ ഇവരവളുടെ വീട്ടിലൊന്നും പോയിട്ടില്ല. പെട്ടെന്ന് സുധീഷ് പറയാണ്, അത് സുഭാഷ് ഏട്ടാ, ഇവൻ പറഞ്ഞു ആ നീതുവിനെ കാണണമെന്ന്. പെട്ടെന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് റോഡിൽ പോയി നിന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ്. പക്ഷേ അവർ തമ്മിൽ സംസാരിക്കുന്നത് അവളുടെ ചേട്ടൻ കണ്ടു, അതാണ് പ്രശ്നമായത്. വേറെ കുഴപ്പമൊന്നുമില്ല ചേട്ടാ എന്ന് പറയുവാണ്. എന്തിനാടാ അങ്ങോട്ടേക്ക് പോയത്? ഇന്നലെ തന്നെ അവളുടെ അച്ഛനും അമ്മയും വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി പോയതല്ലേ, പിന്നെ ഇന്ന് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, ചേട്ടാ ഇന്നലത്തെ പ്രശ്നം കാരണം അവളുടെ കയ്യിൽ ഫോണൊന്നുമില്ല. അവളുടെ അമ്മ ഫോണെല്ലാം എറിഞ്ഞു പൊട്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവനിക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനും പറ്റുന്നില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് അവളെ കാണാൻ തോന്നുന്നുണ്ട്, ഒന്ന് പോവാൻ പറ്റുമോയെന്ന്. ഞാൻ പറഞ്ഞു, വാടാ നമുക്ക് പോയി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനാണ് അവനെ കൂട്ടിക്കൊണ്ട് പോയത്. എന്നിട്ട് വലിയ പ്രശ്നമായോടാന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഇല്ല ചേട്ടാ, ഞാനും അവളും സംസാരിച്ച് നിൽക്കുന്നത് അവളുടെ ചേട്ടൻ കണ്ടു. അവളെയും പിടിച്ചോണ്ട് വീട്ടിലേക്ക് പോയി. അതിനുശേഷം അവളെ ഇട്ട് അടിക്കോ എന്നാണ് എൻ്റെ പേടി. ഇത് കേട്ട് സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എന്തിനാടാ അവിടെ പോയത്? ആ കുട്ടിക്കിപ്പോൾ ആകെ പ്രശ്നമായിട്ടുണ്ടാവും. അവരുടെ കയ്യിൽ നിന്നും അടിയും മേടിച്ചിട്ടുണ്ടാവും. ഇത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, അത് ശരിയാ, അവർ ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് അടിക്കുകയാണ് ചെയ്യുന്നത്. അവർ അത്ര നല്ല കുടുംബമൊന്നുമല്ല. പെട്ടെന്നാണ് നീതു ബാഗുമായിട്ട് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മാറി നിൽക്കുക അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷിനെ തട്ടി മാറ്റി അവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ ഹരീഷ് ഓടി ചെല്ലുന്നുണ്ട്, എന്ത് പറ്റിയാ നീതു എന്ന് ചോദിക്കുകയാണ്. നീതു ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, നീതു നിന്റെ കാര്യമാണ് ഞങ്ങളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നീയും ഹരീഷും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ ചേട്ടൻ കണ്ടു എന്ന് പറഞ്ഞു. ചേട്ടൻ നിന്നെ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അവളുടെ കയ്യിലുള്ള ബാഗ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. നികേഷ് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ബാഗുമായിട്ട്? അപ്പോൾ സുധീഷും ചോദിക്കുകയാണ്, ആ ബാഗുണ്ടല്ലോ, എന്തു പറ്റി നീതു എന്ന് ഹരീഷും ചോദിക്കുകയാണ്. ഇത് കേട്ട് നീതു പറയുന്നുണ്ട്, അത് ഹരീഷേ, നീ പോയതിന് ശേഷം അവരെന്നെ ഒരുപാട് അടിച്ചു. അമ്മയും ചേട്ടനും എന്നെ മാറി മാറി അടിക്കുകയായിരുന്നു, എന്നെ ടോർച്ചർ ചെയ്യായിരുന്നു. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അവരങ്ങോട്ട് വന്നാൽ ഇത്രയും വലിയ പ്രശ്നമാവുമെന്ന് അവർക്കറിയില്ലായിരുന്നു. നീതു പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല, ഇങ്ങനെ പ്രശ്നം എന്നും ഉണ്ടാവുന്നത് തന്നെയാണ്. അവർക്ക് സ്ഥിരം എന്നെ അടിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടും. ഇത്തവണ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോയി എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ 2 ഓപ്ഷൻ എനിക്ക് തന്നു. ഒന്നുകിൽ എൻ്റെ വീട് വിട്ട് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഹരീഷിനെ മറന്ന് അവനുമായി സംസാരിക്കുകയോ അവനെ കാണാനോ ഒന്നും പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി. ഇനി മുതൽ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഇത് കേട്ട് സുധീഷ് ചിരിക്കുന്നുണ്ട്. എന്താ നീതു നീ പറയുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞത് തന്നെ ഹരീഷേ. അച്ഛൻ എന്നോട് 2ൽ 1 തീരുമാനമെടുക്കാനാണ് പറഞ്ഞത്. ഒന്നുകിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുക, അല്ലെങ്കിൽ നിന്നെ മറക്കാൻ. അപ്പോൾ ഞാൻ നിന്നെ മതിയെന്നുള്ള തീരുമാനത്തിലെത്തി ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങി. ഇനി മുതൽ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ഇത് കേട്ട് നികേഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പറയുന്നത് സത്യമാണോ? ഇനി മുതൽ ഇവിടെയാണോ താമസിക്കാൻ പോകുന്നത്? അപ്പോൾ നീതു പറയുന്നുണ്ട്, അതെ, ഇനി മുതൽ ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്, മറ്റെവിടെ പോവാനാണ് ഞാൻ? ഇത് കേട്ട് സുധീഷ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിന്റെ ആ തീരുമാനം സൂപ്പറായിട്ടുണ്ട്. ഇതൊക്കെ കേട്ട് സുഭാഷ് ഏട്ടനാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. പിന്നീട് സുധീഷ് പറയുന്നുണ്ട്, എന്തായാലും 2 പേരും പെട്ടെന്ന് റെഡിയാകുക, നമുക്ക് അമ്പലത്തിൽ വെച്ച് താലികെട്ട് നടത്തിയേക്കാം. കല്യാണമെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അതേടാ കല്യാണം തന്നെ. എന്തായാലും നിങ്ങൾ രണ്ടാലും പ്രേമിച്ചു. അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി വരികയും ചെയ്തു. എന്തായാലും ഇനി അവൾ വീട്ടിലേക്ക് തിരിച്ചു പോകത്തില്ലല്ലോ. വേഗം റെഡിയാവും 2 പേരും, നമുക്ക് വേഗം അമ്പലത്തിൽ പോയി കല്യാണം നടത്തേണ്ടതാണ്. ഇത് കേട്ട് നീതി ചിരിക്കുന്നുണ്ട്.
നീയൊന്നും മിണ്ടാതിരിയടാ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് സുഭാഷേട്ടൻ ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, അവളെന്തായാലും വീട്ടിൽ നിന്നും ഇറങ്ങി വന്നു, ഇനി കല്യാണം നടത്തി വെക്കാതെ മറ്റൊരു മാർഗവും ഇല്ല. സുധീഷിൻ്റെ ഈ വർത്തമാനം കേട്ടിട്ട് നിധിക്കും ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നീട് സുധീഷ് ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, നീതു നീ ഒന്ന് റൂമിലേക്ക് ഇരിക്കാമോ, ഞങ്ങൾ എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കട്ടെ, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ്. പെട്ടെന്ന് നിധി നീതുവിനെ വിളിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. നീതുവിനെ റൂമിലിരുത്തിയതിന് ശേഷം ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നിധി അവരുടെ സുഭാഷേട്ടൻ്റെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണ്. സുഭാഷേട്ടൻ ഇനി എന്താ നമ്മൾ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, വീട്ടിലേക്ക് കയറി വന്ന പെൺകുട്ടിയെ തിരിച്ചയക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നീതുവിൻ്റെ വീട്ടിൽ വലിയ പ്രശ്നം നടന്നിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ടാവുക എന്ന് നിധി പറയുന്നുണ്ട്. അപ്പം നികേഷ് പറയുകയാണ്, ഈ പെൺകുട്ടികളെ വീട്ടുകാരൊക്കെ എന്താ ഇങ്ങനെ ഇത്ര വലിയ പ്രശ്നമാക്കാൻ എന്താ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, അവളെ തിരിച്ചയക്കാൻ പറ്റില്ല, അത് ശരി തന്നെ, പക്ഷെ നമ്മൾ ഇവർ വീട്ടിൽ നിർത്തുന്നത് മോശമായിട്ടുള്ള കാര്യമല്ലേ? അതെ സുഭാഷേട്ടാ, അവൾ ഈ വീട്ടിലിരുന്നാൽ അവളുടെ അച്ഛനും അമ്മയും വീണ്ടും പ്രശ്നം ഉണ്ടാക്കും, എന്നാൽ തിരിച്ചവളെ വീട്ടിലേക്ക് അയക്കാനും പറ്റില്ല, നമ്മളിപ്പോൾ എന്താ ചെയ്യാന്ന് നിധി ചോദിക്കുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അല്ല ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല, നമുക്കവരുടെ കല്യാണം നടത്തി കൊടുക്കാം. ഇത് കേട്ട് എല്ലാവരും സുധീഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്, അവളുടെ വീട്ടിൽ വഴക്കാണെന്ന് പറഞ്ഞു, ഇനി അവിടെ ഇരിക്കില്ലെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു. അവർ തമ്മിലുള്ള വഴക്കിന് കാരണം തന്നെ ഇവർ തമ്മിലുള്ള സ്നേഹമാണ്. ഇനി അവൾക്ക് തിരിച്ച് വീട്ടിലേക്കും പോകാൻ പറ്റത്തില്ല, അതേസമയം നമുക്കാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിർത്താനും പറ്റത്തില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, അവരുടെ കല്യാണം അങ്ങ് നടത്തുക, അപ്പോൾ പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇത് കേട്ടതും എല്ലാവരും അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. അപ്പോൾ സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, എടാ പെട്ടെന്ന് കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അപ്പം നിധിയും പറയുന്നുണ്ട്, അതെ നീതുവിനാണെങ്കിൽ അത്രയ്ക്ക് പ്രായമായിട്ടില്ല, നമ്മുടെ ഹരീഷ് ആണെങ്കിൽ വിവാഹത്തിന് റെഡിയാണോ എന്നും അറിയില്ല, രണ്ടുപേരും ഈ അടുത്തല്ലേ ശരിക്കും സംസാരിക്കാൻ പോലും തുടങ്ങിയിട്ടുള്ളൂ, പരസ്പരം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അതെ ഈ ഹരീഷ് തന്നെ മതി എന്നും പറഞ്ഞുകൊണ്ട് നീതുവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നു, ഇനി എന്താ അവനെ മനസ്സിലാക്കാനുള്ളത്? രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കാതെയാണോ ആ പെൺകുട്ടി വീട്ടിൽ നിന്നും ഇവൻ തന്നെ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നിരിക്കുന്നത്? ഇനി ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം നടത്തി വയ്ക്കുക, അതാണ് ശരി. ഇത് കേട്ട് നിധി സുധീഷിനോട് പറയുന്നുണ്ട്, ഇല്ല സുധീഷ്, ഹരീഷ് അവളെ വിവാഹം കഴിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയല്ല ഈ വീട്ടിലേക്ക് കയറി വന്നിരിക്കുന്നത്, അവളുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഇങ്ങോട്ട് വന്നേ എന്നേ ഉള്ളൂ, അത് നിങ്ങളാദ്യം മനസ്സിലാക്കണം. ഈ പറയുന്നത് ശരി തന്നെ, അങ്ങനെയാണെങ്കിലും അവരുടെ വിവാഹം നടത്താതെ എങ്ങനെയാ അവളെ ഇവിടെ താമസിപ്പിക്കുന്നത്? ഇത് കേട്ട് സുഭാഷേട്ടൻ പറയുന്നുണ്ട്, സുധീഷേ നീ ഒന്നും മിണ്ടാതിരിക്കേ, അവൻ പറയട്ടെ, ഹരീഷേ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, അത് സുഭാഷേട്ടാ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇടയിൽ കയറി സുധീഷ് സംസാരിക്കുകയാണ്. ഇതിലെന്താടാ നിനക്ക് ഇത്ര ഡൗട്ട്, പെട്ടെന്ന് കല്യാണം കഴിക്കാൻ നോക്ക്, പിന്നീട് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് അപ്പം നോക്കാം. എന്നിട്ട് നിധി പറയുന്നുണ്ട്, നിങ്ങളൊന്ന് ക്ഷമയോടെ ഇരിക്കാമോ, എന്ത് പറഞ്ഞാലും കല്യാണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നുണ്ട്, അല്ല ഇതിന് വേറൊരു സൊല്യൂഷൻ ഇല്ല, ആ പെൺകുട്ടിയെ ഇവിടെ താമസിപ്പിച്ചാലേ അവരുടെ വീട്ടുകാർ നമ്മളിവിടെ പിടിച്ചു വെച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും, എന്നിട്ട് ഇവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്യും. കൊണ്ടുപോകുന്നത് സ്നേഹിക്കാനൊന്നും ആയിരിക്കത്തില്ല, കൊണ്ടുപോയി ടോർച്ചർ ചെയ്യും. നമ്മളെ വിശ്വസിച്ചല്ല ആ പെൺകുട്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്, അപ്പോൾ നമുക്കതിനെ തിരിച്ചയക്കാൻ പറ്റുമോ? ഒരേ ഒരു വഴി കല്യാണം മാത്രമാണ്. ഇത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുവാണ്. വീണ്ടും സുധീഷ് പറയുന്നുണ്ട്, സുഭാഷേട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, വേഗം ഇവിടെ വിവാഹം നടത്താൻ നോക്ക്, അതിനുശേഷം അവളുടെ വീട്ടിൽ നിന്നും വന്ന് ചോദിച്ചാലും അവരിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. നീ എന്ത് പറയുന്നു ഹരീഷേ എന്ന് സുഭാഷേട്ടൻ ചോദിക്കുകയാണ്. അത് സുഭാഷേട്ടാ എന്ന് പറയുമ്പോഴേക്കും സുധീഷ് പറയുന്നുണ്ട്, എടാ സമ്മതിക്കടാ. അപ്പോൾ ഹരീഷ് പെട്ടെന്ന് സുധീഷിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, സുധീഷേട്ടാ ഒന്നിങ്ങോട്ടേക്ക് വന്നേ, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് സുധീഷിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്.
എങ്ങോട്ടാടാ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിൻ്റെ കൈ പിടിച്ച് വലിച്ച് അങ്ങ് പുറത്തേക്ക് പോവാണ്. നീ എന്താ കല്യാണം കല്യാണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, പിന്നെ വേറെ എന്താടാ പറയേണ്ടത്, ഞാൻ കല്യാണം മാത്രമേ ഒരു സൊല്യൂഷൻ ഉള്ളൂ എന്ന് ഹരീഷ് ചോദിക്കുകയാണ്. പിന്നെ വേറെന്താടാ ഒരു ഓപ്ഷൻ ഉള്ളത്? നീ എന്താ അവരൊക്കെ പറയുന്നത് പോലെ തന്നെ പറയുന്നത്? എടാ നീതു എന്തായാലും വീട്ടിൽ നിന്നും ഇറങ്ങി വന്നു. ഇനി അവളെ തിരിച്ചയക്കാൻ പറ്റില്ല. നമ്മളിവിടെ താമസിപ്പിച്ചാൽ അവൾ അച്ഛനും അമ്മയും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഇനിയിപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരും പ്രശ്നം ഉണ്ടാക്കും. അതിലും നല്ലത് അവളെ വിവാഹം കഴിച്ച് ഇവിടെ താമസിപ്പിക്കുന്നതല്ലേ. ഇത് കേട്ട് ഹരീഷ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. നീ എന്തായാലും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നീ വിവാഹത്തിന് റെഡിയാണോ എന്ന് സുധീഷ് ചോദിക്കുകയാണ്. അപ്പോഴും ഹരീഷിനൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ അച്ഛൻ പിറകിലിരുന്ന് കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ഹരീഷ് ചോദിക്കുന്നുണ്ട്, നീ എന്നെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ നീതുവിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ശരി തന്നെ, പക്ഷേ നമ്മുടെ സുഭാഷിനെ പറ്റി നീ ചിന്തിച്ചോ? നീതു ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നതിന് ഞാനെന്തിനാ സുഭാഷേട്ടനെ കുറിച്ച് ചിന്തിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുകയാണ്. സുധീഷ് ഏട്ടാ, ഞാൻ വിവാഹം കഴിച്ചാൽ സുഭാഷേട്ടൻ്റെ മനസ്സ് എങ്ങനെയുണ്ടാവുമെന്ന് നീ ചിന്തിച്ചോ? നിമിഷം സുധീഷ് ചിന്തിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏയ് നമ്മുടെ സുഭാഷേട്ടനല്ലേ, സുഭാഷേട്ടൻ അങ്ങനെ തെറ്റായിട്ടൊന്നും ചിന്തിക്കില്ല. അപ്പോൾ ഹരീഷ് പറയാണ്, അത് ശരി തന്നെ, സുഭാഷേട്ടനൊന്നും ചിന്തിക്കില്ല, പക്ഷേ എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. സുഭാഷേട്ടൻ്റെ കല്യാണം കഴിയാതിരിക്കുമ്പോൾ ഞാൻ വിവാഹം കഴിച്ചാൽ അത് ശരിയാവുമോ? എടാ സുഭാഷേട്ടൻ അങ്ങനെ തെറ്റിദ്ധരിക്കുകയൊന്നുമില്ല. നിന്റെ വിവാഹം നടക്കുക എന്ന് പറയുമ്പോൾ സുഭാഷേട്ടന് സന്തോഷമാവും. ഇത് കേട്ട് ഹരീഷ് പറയുന്നുണ്ട്, എടാ അതൊക്കെ ശരി തന്നെ, പക്ഷേ എനിക്ക് അതിന് കഴിയില്ല. എനിക്കൊരു മനസ്സാക്ഷിയില്ലേ, ചേട്ടൻ വിവാഹം കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും? ഇപ്പോൾ തന്നെ സുഭാഷേട്ടൻ്റെ വിവാഹം നടക്കാതിരിക്കാൻ 1000 പ്രശ്നങ്ങളുണ്ട്. അത് കേട്ട് സുധീഷ് പറയുന്നുണ്ട്, സുഭാഷേട്ടൻ്റെ വിവാഹം നടക്കാതിരിക്കാനുള്ള ഒരു കാരണം നമ്മുടെ വീട്ടിൽ പെൺകുട്ടികൾ വാഴില്ല എന്നല്ലേ എല്ലാവരും പറയുന്നത്. ഇപ്പോൾ നിധിയുണ്ട്, ഇനി നീതു കൂടി ഇങ്ങോട്ടേക്ക് വന്നാൽ ആ പ്രശ്നത്തിനൊരു പരിഹാരമാവുമല്ലോ. നീ എന്താ ഈ യുഗത്തിലൊന്നല്ലേ ജീവിക്കുന്നത്? ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്കാൻ നോക്ക്. ഏട്ടൻ്റെ വിവാഹം കഴിയാതെ ഞാൻ വിവാഹം കഴിച്ചാൽ ഇനിയിപ്പോൾ എല്ലാവരും പറയും അനിയൻ്റെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. നീ എന്താ ഈ യുഗത്തിലൊന്നുമല്ലേ ജീവിക്കുന്നത്? ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. ഇപ്പോൾ തന്നെ 1000 പ്രശ്നങ്ങളുണ്ട് സുഭാഷേട്ടന്. നമ്മളൊരു വിവാഹം ആലോചിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എല്ലാവരും പറയുന്നത്, അനിയൻ്റെ വിവാഹം കഴിഞ്ഞു, എന്തുകൊണ്ട് നിങ്ങളുടെ വിവാഹം നടന്നില്ല എന്നല്ലേ ചോദിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ കൂടി വിവാഹം കഴിച്ചാൽ സുഭാഷേട്ടന് ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ നമ്മൾ ആലോചനയുമായി ചെല്ലുന്ന സമയത്ത് അപ്പോൾ അവർ ചോദിക്കും, 2 അനിയന്മാരുടെയും വിവാഹം കഴിഞ്ഞു, എന്തുകൊണ്ട് നിങ്ങളുടെ വിവാഹം നടന്നില്ല എന്ന്. അങ്ങനെ ഒരു കഷ്ടത്തെ നമുക്ക് സുഭാഷേട്ടന് കൊടുക്കണോ? സുഭാഷേട്ടന് മറുപടി പറയാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇങ്ങോട്ട് നോക്ക് സുധീഷേട്ടാ, സുഭാഷേട്ടൻ്റെ വിവാഹം കഴിയാതെ എൻ്റെ വിവാഹത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. ഇത് കേട്ട് സുധീഷിന് അവൻ പറയുന്നത് ശരിയാണെന്ന് തോന്നുവാണ്. സുധീഷ് പറയുന്നുണ്ട്, നീ പറയുന്നത് ശരി തന്നെയാടാ, ഞാൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചില്ല. പെട്ടെന്നാണ് അച്ഛൻ എഴുന്നേറ്റ് വന്ന് പറയുന്നത്, ഡാ നീ എന്താടാ ഈ പറയുന്നത്? എടാ ഒരു പെൺകുട്ടി നിന്നെ വിശ്വസിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി വന്നു. ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതം നയിക്കാൻ നോക്കടാ. നിന്റെ ചേട്ടൻ ഈ ജന്മത്തൊരു വിവാഹം നടക്കാൻ പോകുന്നില്ല. അവൻ്റെ തലയിലെഴുത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്നാണ്. ഇത് കേട്ടതും ഹരീഷിന് ദേഷ്യം വരുവാണ്. എന്താ നിങ്ങൾ പറഞ്ഞതെന്നും ചോദിച്ചുകൊണ്ട് അച്ഛൻ്റെ നേരേക്ക് ഓടി ചെല്ലുവാണ്. പെട്ടെന്ന് സുധീഷ് നിൽക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷിനെങ്ങ് വട്ടം പിടിക്കുന്നുണ്ട്. സുഭാഷേട്ടനെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ എന്ന് ഹരീഷ് പറയുമ്പോൾ, നീ ഒന്നും മിണ്ടാതിരിയടാ, നീതു അകത്തുണ്ട്, അതുകൊണ്ട് വഴക്കൊന്നും വേണ്ട, നീ ഒന്ന് ക്ഷമയോടെ ഇരിക്കുമെന്ന് സുധീഷ് പറയുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, നിങ്ങളുടെ മകനായി ജനിച്ചത് കൊണ്ടാണ് സുഭാഷേട്ടന് ഇങ്ങനെയൊരു വിധി ഉണ്ടായത്. അല്ലായിരുന്നെങ്കിൽ സുഭാഷേട്ടന് ഇപ്പോൾ വിവാഹം കഴിച്ച് നല്ലപടി ജീവിച്ചേനെ. എന്നാൽ അച്ഛനാണെങ്കിൽ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയും, അവൻ ഈ ജന്മത്തൊരു വിവാഹം നടക്കാൻ പോകുന്നില്ല. ഏത് പെൺകുട്ടികളെ കണ്ടാലും അനിയത്തി എന്ന് വിളിച്ചുകൊണ്ട് നടക്കും. പിന്നെ എങ്ങനെയാടാ അവൻ്റെ വിവാഹം നടക്കുന്നത്?
ഹരീഷാണെങ്കിൽ ദേഷ്യം വന്ന് പ്രതികരിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ദേ ഹരീഷ് നീ ഒന്നും മിണ്ടാതിരിക്കേ, സുഭാഷ് ബഹളം വെച്ചാലേ സുഭാഷേട്ടൻ പുറത്തേക്ക് വരും. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് സുഭാഷേട്ടന് ഒത്തിരി വിഷമം തോന്നും. നീ മിണ്ടാതിരിക്കെന്ന് പറയുകയാണ്. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ എന്ന് സുധീഷ് പറയുകയാണ്. ഓ പിന്നെ ഞാൻ പോകാഞ്ഞിട്ടല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവുന്നത്, ഞാനങ്ങ് പോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ദേ എനിക്ക് വിവാഹം നടത്താൻ പറ്റത്തില്ല, അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് പറ്റില്ല. സുഭാഷേട്ടൻ്റെ വിവാഹം കഴിയാതെ എൻ്റെ വിവാഹത്തെപ്പറ്റി ചിന്തിക്കാനേ എനിക്ക് കഴിയില്ല. നീതുവിനെ ഇവിടെ താമസിപ്പിക്കാനും പറ്റില്ല, ഇവിടെ നിന്ന് പുറത്താക്കാനും പറ്റില്ല. അതല്ലാതെ വേറൊരു വഴിയുണ്ടോ എന്ന് ചിന്തിക്കുക നിങ്ങൾ. അതേസമയം നീതു ആണെങ്കിൽ ഹരീഷിൻ്റെയും നീതുവിൻ്റെയും വിവാഹം നടക്കുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോൾ നിധി അങ്ങോട്ടേക്ക് ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് അവളും കുടിക്കുകയാണ്, ഒരു കപ്പ് നീതുവിനും കൊടുക്കുന്നുണ്ട്. ചായ കുടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ ചായ നിധി ഏട്ടത്തി ഇട്ടതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അത് കുടിച്ചുകൊണ്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുക. അപ്പം നിധി പറയുന്നുണ്ട്, ആണോ നിധി ഏട്ടത്തി തന്നെ ഇട്ടതാണോ എന്ന് പറയുമ്പോൾ ഞാനല്ല, അതെ സുഭാഷേട്ടൻ ഇട്ട് തന്നതാ എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞത്, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ എന്ന് നിധി പറയുന്നുണ്ട്. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നീതു ചോദിക്കുന്നുണ്ട്, അല്ല എൻ്റെ ഹരീഷിൻ്റെ വിവാഹം നടക്കുമോ? അത് കേട്ടതും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നിധിയുടെ അണ്ടയിൽ പെട്ടെന്ന് ചായ അങ്ങോട്ട് കയറുകയാണ്. ചുമച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിധി. സൂക്ഷിച്ച് കുടിക്കേ പതിയെ എന്ന് പറയുന്നുണ്ട് നീതു. എന്നിട്ട് നീതു വീണ്ടും ചോദിക്കുകയാണ്, അങ്ങനെ നടന്നാലേ എനിക്ക് വീട്ടിലേക്ക് പിന്നെ തിരിച്ചു പോകണ്ടല്ലോ, എനിക്ക് സമാധാനത്തോടെ ഇവിടെ ജീവിക്കുകയും ചെയ്യാം. നീതു, വിവാഹം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്, പെട്ടെന്ന് അങ്ങനെ നടത്താനൊന്നും പറ്റത്തില്ല എന്ന് പറയുമ്പോൾ നീതു പറയുന്നുണ്ട്, അതെന്താ നടത്താൻ പറ്റാത്തത്? എനിക്ക് സമ്മതമാണ്, വിവാഹം കഴിഞ്ഞാൽ എനിക്ക് ജോലിയായിട്ട് കഴിയാലോ. നീ ചെറിയ കുട്ടിയല്ലേ നീതു എന്ന് ചോദിക്കുമ്പോൾ നീതു പറയുന്നുണ്ട്, പിന്നെ ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എനിക്ക് 21 വയസ്സായി, ദേ വിവാഹപ്രായമൊക്കെ ആയിട്ടോ. നീതു, നീ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനെ വിവാഹം നടത്താൻ പറ്റുമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അതിനെന്താ കുഴപ്പം, ഈ കോളേജിലൊക്കെ പോകുന്നതേ എൻ്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാ, എനിക്ക് വിവാഹത്തിന് ഓക്കെയാണ്. ഇത് കേട്ട് നിധി പറയുന്നുണ്ട്, അതിനെപ്പറ്റി തന്നെയാണ് അവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി എന്താണ് തീരുമാനമെന്ന് എനിക്കറിയില്ല.